ചില പാശ്ചാത്യ നാടുകളിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. വലിയ പാലത്തിൻ്റെ കൈവരികളിൽ നിറയെ തൂങ്ങിക്കിടക്കുന്ന താഴുകൾ, അല്ല, താഴുകളുടെ വലിയ കൂട്ടം തന്നെ. തീവ്രമായ പ്രണയത്തിൻ്റെ ദിനങ്ങളിലൊന്നിലോ സുദൃഢമായ സുഹൃത്ത് ബന്ധത്തിൻ്റെ യാത്രകളിലെപ്പോഴോ കുടുംബജീവിതം പണിയപ്പെടുന്ന പ്രാരംഭ നാളുകളിൽ മധുവിധു ആഘോഷിക്കുവാൻ വന്നപ്പോഴെപ്പോഴോ ഒത്തിരി പ്രതീക്ഷയോടും സ്വപ്നത്തോടും കൂടെ കൊളുത്തിയിട്ടവയാണ് ഇവയോരോന്നും. എന്നാൽ ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഇതിലേറിയ ബന്ധങ്ങളും ശിഥിലമായി പോയി. അല്ല, ഒത്തിരി നിശ്ചയദാർഢ്യത്തോടും പരിശ്രമത്തോടും കൂടെയൊക്കെ ഒന്നിച്ച് നിന്നവരാകട്ടെ മരണമെന്ന ഒടുക്കത്തെ ശത്രുവിൻ്റെ മുമ്പിൽ വേർപെട്ടു പോയി എന്നുള്ളത് തിരസ്കരിക്കുവാനാകാത്ത സത്യമാണ്. എന്നാൽ ഈ താഴുകളുടെ കൂട്ടത്തിലൊന്നും കണ്ടെത്തുവാൻ കഴിയാത്ത മറ്റൊരു ബന്ധമുണ്ട്. 3 കാരിരുമ്പാണികളാലും ശിരസിലും മുതുകിലും പതിഞ്ഞ കൂർത്ത വിഷമുള്ളകളാലും ചങ്കുപിളരുവാൻ തക്കവണ്ണം കുത്തിത്തുളച്ച കുന്തമുനയാലും ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് വിരചിച്ചെടുത്ത സ്നേഹത്തിൻ്റെ ബന്ധം, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ബന്ധം, നമ്മുടെ രക്ഷിതാവിൻ്റെ ബന്ധം, നമ്മുടെ കാന്തനായവൻ്റെ പ്രണയം, നമ്മുടെ താതനായവൻ്റെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ തിരുവായി മൊഴിഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. മഹൽ സ്നേഹം, മഹൽ സ്നേഹം.